ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ജ്യൂസ് റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ജ്യൂസ് റെസിപ്പിയാണിത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 500 ഗ്രാം മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടണം. ചില ആളുകൾക്കൊക്കെ മുന്തിരി ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ചുണ്ടൊക്കെ ചെറുതായിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതുപോലെ കുക്ക് ചെയ്തിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അതുപോലെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് മുന്തിരിയൊക്കെ കുക്കായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്ക കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് തിളച്ച് വരട്ടെ. മുന്തിരി നല്ലപോലെ കുക്കായിട്ട് ഒന്ന് പൊട്ടി വരും. ആ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട്. എന്നാലും ഒരു നേരിയ ചൂടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ജ്യൂസറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇത് ഞാൻ നല്ലപോലെ പതപ്പിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം. പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഒരു ഇളം ചൂടോടെ തന്നെ കുടിക്കുമ്പോഴാണ്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുവരെയും ഇങ്ങനെ ഒരു ഗ്രേപ്പ് ജ്യൂസ് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വേസ്റ്റ് ഒഴിവാക്കാം. ജ്യൂസ് കണ്ടോ, എപ്പോഴും ഇതിന് ഇളം ചൂടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ടൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരാണ് ചേർക്കുന്നത്. ഈ ഒരു ചെറുനാരങ്ങ നീര് കൂടി ചേർക്കുമ്പോൾ ജ്യൂസിന് നല്ലൊരു പുളിരുചി കൂടെ ഉണ്ടാവും. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ രുചികരമായ വെറൈറ്റി ആയിട്ടുള്ള കുക്ക്ഡ് ഗ്രേപ്പ് ജ്യൂസ് റെഡി. നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കുടിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ഗ്രേപ്പ് ജ്യൂസിനേക്കാളും വളരെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. ഒരു ഇച്ചിരി ഇളം ചൂടോടെ തന്നെ കുടിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് അറിയുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള കുക്ക്ഡ് ഗ്രേപ്പ് ജ്യൂസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.